കരിമ്പുഴ തോട്ടര കാഞ്ഞിരായിക്കടവ് തടയണ പദ്ധതി അട്ടിമറിക്കരുത്. കരിമ്പുഴ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ. പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി വിഭാവനം ചെയ്ത തോട്ടര കാഞ്ഞിരായിക്കടവ് തടയണ പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് KM ഹനീഫ ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് 3 കോടി രൂപ ചെലവിൽ കേരളത്തിൽ ആദ്യമായി ഗോവൻ മാതൃകയിൽ ജലബന്ധാര തടയണ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച പദ്ധതിയാണ് ഇത്. തടയണ യാഥാർത്ഥ്യമാകുന്നതോടെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് മുൻ ഭരണസമിതി വിലയിരുത്തിയിരുന്നു. പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് മുൻ ഭരണസമിതിയുടെ കാലത്താണ് ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയതും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി വർക്ക് എഗ്രിമെൻറ്റ് വെച്ചതും. മാർച്ച്, ഏപ്രിൽ, മെയ് എന്നീ വേനൽ മാസങ്ങളിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ ജലക്ഷാമം പരിഹരിക്കാൻ ഈ തടയണ സഹായിക്കും. തടയണ വരുന്നതോടെ പുതുവത്തുമല കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാകും. പരിസരത്തെ കർഷകരുടെ കൃഷി ആവശ്യങ്ങൾക്കും കിണറുകളിലെ ജലനിരപ്പ് ഉയർത്തുന്നതിനും ഈ പദ്ധതി വലിയ പങ്കുവഹിക്കും. കരിമ്പുഴ 2-ാം വില്ലേജിൽ പുതിയതായി നിർമ്മിച്ച ടാങ്കിലേക്ക് 125 HP മോട്ടോർ സ്ഥാപിച്ച് വെള്ളം പമ്പ് ചെയ്യാൻ ഈ തടയണ വഴി സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഭരണസമിതി സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങി പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഹനീഫ ആരോപിച്ചു. തടയണ നിർമ്മാണം സാധ്യമല്ലെന്ന് കാട്ടി ജില്ലാ പഞ്ചായത്തിന് കത്ത് നൽകിയ നടപടി കരിമ്പുഴയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ചില കർഷകർ ഉന്നയിച്ച ആശങ്കകൾ മുൻപ് തന്നെ ചർച്ച ചെയ്ത് പരിഹരിച്ചതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജനങ്ങളുടെ പ്രഥമ ആവശ്യമായ കുടിവെള്ളത്തിന് മുൻഗണന നൽകേണ്ട ജനപ്രതിനിധികൾ പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്ക് കത്ത് നൽകിയതായും അദ്ദേഹം അറിയിച്ചു. കരിമ്പുഴ പഞ്ചായത്തിലെ തോട്ടര കാഞ്ഞിരായിക്കടവത്ത് ഒരു ഗോവൻ മോഡൽ തടയണ ജില്ലാ പഞ്ചായത്തിൻ്റെ 3 കോടി രൂപയിലധികം ഫണ്ട് നീക്കി വെച്ചിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ASഉം TSഉം എല്ലാ തീരുമാനവും കഴിഞ്ഞ് ടെൻഡർ കഴിഞ്ഞ് വർക്ക് എഗ്രിമെൻറ്റും വെച്ച് മുന്നോട്ട് പോയ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി ശ്രീ ഉമ്മർ കുന്നത്ത് പഞ്ചായത്ത് പ്രസിഡന്റാകുന്ന സമയത്താണ് കരിമ്പുഴയിൽ വന്നത്. അതിനുശേഷം അതിൻ്റെ പരിപൂർണമായ പ്രവർത്തനങ്ങൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് നടത്തിയത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ പഞ്ചായത്തിലൊരു തടയണ വരുന്നു. അപ്പോൾ ആ തടയണ വരുമ്പോൾ ആളുകളുടെ കൃഷിക്കാർക്കുള്ള ജല ലഭ്യതയെക്കുറിച്ചും അതുപോലെ തന്നെ ആളുകൾ അടുത്തുള്ള വീടുകളിലൊക്കെ കിണറിൽ വെള്ളം ധാരാളം കിട്ടും, അങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് ഉള്ളത് വരും, നല്ല കാര്യങ്ങൾ നടക്കും എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ കണ്ട മറ്റൊരു വലിയൊരു കാര്യം, പുതുവത്തുമലയിലെ 85 HP മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് പുതുവത്തുമല കുടിവെള്ള പദ്ധതിയിലേക്ക് ഇപ്പോൾ മോട്ടോർ വെള്ളം അടിക്കുന്ന പുഴയിൽ നിന്നാണ്. അതിൽ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ വെള്ളം നമുക്ക് കിട്ടാറില്ല, വളരെ കുറച്ച് വെള്ളമാണ് കിട്ടാറുള്ളത്. അന്ന് കാഞ്ഞിരപ്പുഴ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഡാം അല്പം തുറന്നു തന്നിട്ടാണ് വെള്ളം നമുക്കിവിടെ അടിക്കാൻ കഴിയുന്നത്. ഇന്ന് 85 മോട്ടോർ മാറ്റി 125 HP മോട്ടോർ വെക്കാൻ പോവാണ്. കാരണം കരിമ്പുഴ 2 വില്ലേജിലെ ഏറ്റവും വലിയ കുടിവെള്ള പ്രശ്നം നേരിടുന്ന പ്രദേശമാണ്. അവിടെ വലിയ ഒരു കുടിവെള്ള ടാങ്ക് നിർമ്മിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കൂടെ നമുക്ക് വെള്ളം അടിച്ചു കയറ്റണം. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ഈ തടയണ വരുമ്പോൾ ധാരാളമായി വെള്ളം ലഭ്യമാകും. അങ്ങനെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം എന്നേക്കുമായി നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് കണ്ടതുകൊണ്ടാണ് ഞാനും ശ്രീ ഉമ്മർ കുന്നത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പദ്ധതിക്ക് പരിപൂർണ സപ്പോർട്ട് കൊടുത്ത് ഇത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു വിഷയം, ഇപ്പോഴത്തെ ഭരണസമിതി ചില തൽപര കക്ഷികളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങിയോ മറ്റെന്തോ ഒരു പ്രേരണ കൊണ്ട് ആ പദ്ധതി അവിടെ നിന്ന് മാറ്റി ആക്കാനോ മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനോ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ഐക്യകണ്ഠേന പാസ്സാക്കി എന്നാണ് പറയുന്നത്. ഒരു കത്ത് ജില്ലാ പഞ്ചായത്തിന് കൊടുത്തായിട്ടാണ് അറിയുന്നത്. അപ്പോൾ സ്ഥലം മാറ്റുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം എറണാകുളത്തിൽ നിന്ന് ഒരു സ്പെഷ്യൽ ടീം ഏകദേശം 1 കൊല്ലത്തിൻ്റെ അപ്പുറത്തേക്ക് പഠനം നടത്തി ഇവിടെ ഏതൊക്കെ എത്ര പില്ലർ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പരിശോധന നടത്തി ഏകദേശം 10,21,000 രൂപ ചെലവഴിച്ച് പഠനം നടത്തിയിട്ടാണ് അവിടെ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ സാധാരണ ഒരു തടയണ കിട്ടുന്ന പോലെ മറ്റൊരു സ്ഥലത്തേക്ക് ഇത് തടയണ മാറ്റി പറിക്കാൻ കഴിയില്ല. അപ്പം അവിടെ പറയുന്നത് ആളുകൾ അവിടുത്തെ 2-3 കുറച്ച് കർഷകർ ഉണ്ട്, അവരുടെ വിളസ്ഥലത്തേക്ക് വെള്ളം കയറുമെന്നാണ്. അത് ഞാൻ പ്രസിഡന്റാകുമ്പോൾ ഈ വിഷയം പറഞ്ഞതും അവരെ പലതവണ വിളിച്ച് അത് കൺവിൻസ് ചെയ്ത് കൊടുത്തതുമാണ്. കാരണം ഈ
ഡാമിൻ്റെ അല്ലെങ്കിൽ തടയണയുടെ എത്ര ഹൈറ്റിലാണോ തടയണയുള്ളത് ആ തടയണയ്ക്ക് ആ ഹൈറ്റിന് തുല്യമായി അവരുടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ തടയണയുടെ മേൽഭാഗത്തേക്ക് രണ്ട് സൈഡിലും 100 മീറ്റർ നീളത്തിൽ ഈ തടയണയുടെ അതേ ഹൈറ്റിൽ രണ്ട് സൈഡിലും സൈഡ് ഭിത്തി കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് വെള്ളം വരുന്ന പ്രശ്നമില്ലല്ലോ. അപ്പോൾ ആ വിഷയത്തെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോയതുമാണ്. ഇപ്പോൾ ഈ ഭരണസമിതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനും സെക്രട്ടറിക്കും ആ തീരുമാനം പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് പാർട്ടി ഫോറങ്ങളിൽ ചർച്ച ചെയ്യാൻ വേണ്ട നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പദ്ധതി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 10,000-കണക്കിന് വരുന്ന ആളുകളുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമാകും ഈ പദ്ധതി വന്നാൽ. അതുകൊണ്ട് ഇത് ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു സംവിധാനം ആലോചിക്കാതെ ഈ പദ്ധതി ഇവിടെ തന്നെ നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ്. ഇതിന് ഇത്രയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്.